ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം, സ്വയംവരം, ധനലക്ഷ്മി, സരസ്വതി യന്ത്രം, ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 നക്ഷത്ര ഫലമാണ് പറയുന്നത്. 2026 തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഗുണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള വർഷമാണ് തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം 2026. ദൂരദേശത്തു നിന്നും ശുഭവാർത്തകളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. ഔദ്യോഗിക കാര്യങ്ങളിൽ സമാധാനമുണ്ടാകും. അതുപോലെ തന്നെ കുടുംബ കാര്യത്തിലെ കടുംപിടുത്തം അവസാനിപ്പിക്കും. ഫർണിച്ചർ വ്യവസായ രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കാനുള്ള വർഷമാണ് 2026. മേലുദ്യോഗസ്ഥ പദവിക്ക് അനർഹർ പിൻവാതിൽ ശ്രമം നടത്തുന്നത് തടയും. നിങ്ങൾ വളരെ സ്ട്രെയിറ്റായ മാനസികാവസ്ഥയുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ പിൻവാതിൽ നിയമനങ്ങൾ തടയാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമം നടത്തും. വിദേശത്ത് സന്താനത്തിന് ഉപരിപഠന യോഗം കാണുന്നുണ്ട്. ടെക്നോളജിക്കൽ വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായ തിരുവാതിര നക്ഷത്രക്കാരുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കുന്നതിന് ഭാഗ്യദേവത കനിയും. സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്ന നിലവാരത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നർത്ഥം. സ്വന്തക്കാർ കണ്ണായ സ്ഥലം സ്വന്തമാക്കുന്നതിന് പരസ്പരം മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സ്വന്തമാക്കാനുള്ള ഭാഗ്യമുണ്ടാകും. മംഗല്യ കാര്യത്തിനുള്ള വിഷമതകൾ മാറും. വിവാഹത്തിനൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഔദ്യോഗിക പദവിയിൽ നിയമക്കുരുക്ക് ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലിയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില നിയമക്കുരുക്കുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിർമ്മാണ മേഖലയിൽ അഥവാ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വലിയ നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. പ്രധാന സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വരുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്ത് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വന്നു ചേരുന്നതിന് ഉന്നത അധികാരികളുടെ സഹായം ലഭിക്കും. അതുപോലെ തന്നെ മത്സര രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാവും. സ്വകാര്യ സ്ഥാപനത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കും. വാഹന ചെലവുകൾ വർദ്ധിക്കുന്ന വ്യവസ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ സൽക്കാരങ്ങൾ വിവാദമാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സൽക്കാരങ്ങളൊക്കെ വിവാദമാകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സൽക്കാരങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത്. തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ജനുവരി മാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. ജനുവരി മാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തകരായുള്ള ആളുകൾക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. വരുമാനത്തിൽ വലിയ മാറ്റമില്ല. സ്വന്തം തൊഴിലിന് ശ്രദ്ധ കുറയും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏർപ്പെട്ട് പേരുദോഷം കേൾക്കാൻ ഇടവരുമെന്നുള്ളതാണ്. കുടുംബത്തിൽ സമാധാനം കുറയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഫെബ്രുവരി മാസമാകുമ്പോൾ സ്വന്തം ചെയ്യുന്ന കൃഷിയിൽ നഷ്ടം സംഭവിച്ചേക്കാം. നാൽക്കാലികളെ വളർത്തി വിൽപ്പന ചെയ്യുന്നവർക്ക് ഗുണമായിരിക്കുന്ന സമയമാണ്. ശാരീരികമായ സുഖം കുറയും. അതുപോലെ തന്നെ കടക്കാരെ കൊണ്ടുള്ള ശല്യങ്ങൾ വർദ്ധിക്കും. ഇലക്ട്രോണിക് ജോലിക്കാർക്കൊക്കെ ഗുണകരമായിരിക്കുന്ന സമയമാണ്. മാർച്ച് മാസമാകുമ്പോഴേക്കും കൂട്ടു കച്ചവടത്തിലൊക്കെയുള്ള ഗുണം കുറയും. കൃഷിയിൽ ലാഭമുണ്ടാകും. അതുപോലെ തന്നെ മകൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക നിലയിൽ വളരെ ഗുണകരമാകുന്ന അവസ്ഥ വന്നു ചേരും. ജോലി സ്ഥലത്ത് സഹകരണം കുറയും.
സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും. ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പുണ്യക്ഷേത്ര ദർശനത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. മനസ്സിന് പ്രയാസമുണ്ടാകുന്ന വാർത്തകൾ ശ്രവിക്കേണ്ടി വരും. സ്വസഹോദരൻ്റെ ജോലിക്കാര്യത്തിന് ശ്രമിക്കും. മെയ് മാസമാകുമ്പോഴേക്കും സ്വയം പ്രശംസ മോശമായി വന്നേക്കും. അതുപോലെ ജാമ്യം നിൽക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ചിലപ്പോൾ വ്യവഹാരത്തിലൊക്കെ കലാശിച്ചേക്കും. എന്ന് വെച്ചാൽ കേസ് വഴക്കുകളിലൊക്കെ കലാശിക്കാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ സമ്മർദ്ദമുണ്ടാകും. അതിൽ പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ജൂൺ മാസമാകുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും. വാണിജ്യ വ്യവസായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. ഭൂമി കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമാണ്. ജൂലൈ മാസമാകുമ്പോഴേക്കും ഹോട്ടൽ, കൂൾ ബാർ എന്നീ ബിസിനസ് നടത്തുന്നവർക്ക് വളരെ ഗുണമേന്മയുള്ള സമയമാണ്. ജോലിക്കാരെ കൊണ്ട് സ്വല്പം പ്രയാസങ്ങളൊക്കെ വന്നേക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലിക ജോലി ലഭിക്കാനിടയുണ്ട്. അന്യ സംസ്ഥാനത്ത് സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് ജോലി മാറ്റത്തിലൂടെ വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഓഗസ്റ്റ് മാസമാകുമ്പോൾ വാഹനം വാങ്ങാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഗുണകരമായി നടത്തുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഏജൻസി ഏർപ്പാടുകളിൽ ഗുണമുണ്ടാകും. വർക്ക്ഷോപ്പ് നടത്തുന്നവർക്ക് പുരോഗതി ഉണ്ടാവും. ഗൃഹത്തിൽ സ്വസ്ഥതയുണ്ടാകും. ശത്രുശല്യം കാരണം മനസ്സുഖം കുറയുമെങ്കിലും കാലക്രമേണ ശത്രുശല്യമില്ലാതെയാകും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഓഗസ്റ്റ് മാസം. സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ഒരുവിധം പരിഹാരമുണ്ടാകുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. ഡോക്ടർമാർക്ക് ഈ അവസരം പേരും പ്രശസ്തിയും ധനവുമൊക്കെ ലഭിക്കുന്നവരാണ്. എന്നുവെച്ചാൽ തിരുവാതിര നക്ഷത്രത്തിലുള്ള ഡോക്ടർമാർക്ക് സെപ്റ്റംബർ മാസം വളരെ അനുകൂലമായ സമയമാണ്. ഓഗസ്റ്റും സെപ്റ്റംബറും വളരെ അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ പല മഹത് വ്യക്തികളുമായി പരിചയപ്പെടാൻ അവസരമുണ്ടാകും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഒക്ടോബർ മാസമാകുമ്പോൾ സ്വമേധയാ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങൾ വന്നേക്കും. എന്ന് പറഞ്ഞാൽ എന്തു തീരുമാനമെടുത്താലും കുറച്ച് ആൾക്കാരുമായി ആലോചിച്ച ശേഷം മാത്രമേ ആ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ. വലിയ സംഖ്യ കടം കൊടുക്കുന്നത് നഷ്ടപ്പെടാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുമായി വിരോധം വന്നേക്കാനുള്ള ഒരു സാധ്യത കാണുന്നു ഒക്ടോബർ മാസത്തിൽ. കടലുമായി ബന്ധപ്പെട്ട ജോലിയിൽ സ്വല്പം ഗുണം കുറയും. നവംബർ മാസമാകുമ്പോൾ മകനും അച്ഛനുമായി ചില അഭിപ്രായ ഭിന്നതകൾക്ക് വഴി കാണുന്നുണ്ട്. സാമ്പത്തികമായി ഗുണം കുറയുന്ന സമയമാണ് ഈ സമയം. ജോലിസ്ഥലത്ത് സ്വസ്ഥത കുറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഔഷധ വ്യാപാരവുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല ഗുണമുണ്ടാകും. വ്യാപാര സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിലോ തസ്കര ശല്യം അഥവാ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഡിസംബർ മാസം സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടവർക്ക് കച്ചവടം കുറയുന്നതാണ്. പുതിയ ചില ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത് വ്യക്തമാണ്. ഭാര്യയുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കും. കിടപ്പ് രോഗികൾക്ക് രോഗം വർദ്ധിക്കാനുള്ള ചാൻസ് ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട്. പൊതുവെ അസ്വസ്ഥത കൂടുതലായുള്ളൊരു മാസമായിട്ടാണ് ഡിസംബർ മാസത്തെ കാണുന്നത്. തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. മഹാദേവ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഭദ്രകാളി ക്ഷേത്ര ദർശനം, ദുർഗാദേവി ക്ഷേത്ര ദർശനമൊക്കെ സമയമുള്ള സമയത്തൊക്കെ ചെയ്യുക. അയ്യപ്പ സന്നിധാനത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത്തരത്തിലുള്ള വലിയ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തിയാൽ ഈ വക ദോഷദുരിതങ്ങളൊക്കെ തിരുവാതിര നക്ഷത്രക്കാരിൽ 2026 അല്പം ഒഴിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അതുപോലെ തിരുവാതിര നാളിൽ ജനിക്കുന്നവർ അധികവും സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അവർ പൊതുകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുമെങ്കിലും അതിനു പിന്നിൽ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവരുടെ പ്രത്യേകതകളാണ്. പക്ഷേ അധികം ആളുകളുമായി അടുക്കാൻ ഇവരങ്ങോട്ട് തയ്യാറാവില്ല. മത്സരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അധികമായ പ്രശസ്തിയോ പ്രതാപമോ ഉണ്ടായെന്ന് വരികയില്ല. അതിനായി ശ്രമിക്കുകയുമില്ല.
അന്യരുമായുള്ള ഇടപാടുകളിൽ തൽപരരായിരിക്കുമെങ്കിലും ചെറിയ കാര്യം കൊണ്ട് പിണങ്ങുകയും അകലുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ കാര്യം കൊണ്ട് ചിലരുമായി സൗഹൃദത്തിലാവുകയും ചെയ്യും. പരിശ്രമശീലമുണ്ടാകും. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ് പരിശ്രമശീലം. ഒന്നിലധികം പ്രവർത്തനങ്ങളിൽ ഒരേ സമയത്ത് ഏർപ്പെട്ട് വിജയം നേടാൻ കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭത്തെപ്പറ്റിയായിരിക്കും ഇവർ ചിന്തിക്കുക. പ്രശസ്തിയോ അംഗീകാരമോ നേടണമെന്ന് ആഗ്രഹിക്കുകയില്ല. ആർക്കും കീഴടങ്ങി പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാകാത്തത് മൂലം പല പരാജയങ്ങളും നഷ്ടബോധങ്ങളും ജീവിതത്തിലുണ്ടാവും. കലാബോധവും ശാസ്ത്ര അഭിരുചിയും ഉണ്ടാകുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ധനാഭിവൃദ്ധിക്കായി പല മാർഗങ്ങളും അവർ സ്വീകരിക്കും. ദൂരയാത്ര ചെയ്യുകയും ദൂരസ്ഥലത്ത് ജോലി ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. സ്വന്തം കുടുംബവുമായി അടുപ്പക്കുറവുണ്ടാകാം. വിവാഹകാര്യത്തിൽ താല്പര്യക്കുറവ് കാണിക്കും. വിവാഹം നടന്നാൽ തന്നെ അത് താമസിച്ചായിരിക്കും നടക്കുക. ജീവിത പങ്കാളിയോടുള്ള സമീപനം അല്പം കാർക്കശ്യമാകാനിടയുണ്ട്. ചിലപ്പോൾ ഇത് അകന്നുള്ള താമസത്തിനോ അല്ലെങ്കിൽ വിവാഹ മോചനത്തിനോ ഒക്കെ കലാശിച്ചെന്ന് വന്നേക്കാം. കുടുംബ ജീവിതത്തിൽ പല അസ്വസ്ഥതകളും ഉണ്ടായെന്ന് വരാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുടുംബജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ തിരുവാതിരക്കാർക്ക് കഴിയും. അതായത് സ്വന്തം തീരുമാനങ്ങൾ, സ്വന്തം വർത്തമാനങ്ങൾ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കാതെ വന്നു ചേരുന്നവർക്ക് കൂടി ജീവിതത്തിൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നാൾ കൂടിയിട്ടാണ് തിരുവാതിര. തിരുവാതിര നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് താമസം, കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത, ഭർത്തൃകുടുംബങ്ങളോട് താല്പര്യക്കുറവ് തുടങ്ങിയവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. തിരുവാതിരക്കാർക്ക് ബാല്യകാലത്ത് തുടർച്ചയായ രോഗപീഠകൾ ഉണ്ടാവാനിടയുണ്ട്. 10 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള കാലം പൊതുവെ നന്നായിരിക്കും. മെച്ചമായ വിദ്യാഭ്യാസവും ജോലി തുടങ്ങിയവ നേടാൻ ഈ കാലത്ത് ശ്രമിച്ചാൽ നടക്കും. 26 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള കാലത്ത് സ്വജനങ്ങളിൽ നിന്ന് അകന്ന് ബുദ്ധിമുട്ടി കഴിയേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഈ കാലത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം. 46 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 63 മുതൽ 70 വരെയുള്ള കാലം അപകടങ്ങൾ, മുറിവുകൾ, ചതവുകൾ, രോഗബാധ തുടങ്ങിയവ സൂചിപ്പിക്കുന്നുണ്ട്. 70 വയസ്സിനു ശേഷം കൂടുതൽ ശാന്തവും സന്തോഷപ്രദവുമായ ജീവിതം പ്രതീക്ഷിക്കാം. എല്ലാം കൊണ്ടും നല്ലത് വരട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഈശ്വര സവിധത്തിൽ മനസ്സുകൊടുത്ത് പ്രാർത്ഥിച്ച് നന്മകൾ ഉണ്ടാകണമേ എന്ന് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ നന്മകൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നല്ലതുകൾ ഉണ്ടാവട്ടെ. എല്ലാ നന്മകളും ഈശ്വരൻ തരട്ടെ, തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.